Hi children, how are you? Are you fine today? I think you are hope well. Is it correct? Okay. Today we are going to take our first chapter's activity. What was the name of first chapter? What was the name of first chapter? You know what was the name of first chapter? Yes, very good. The ants. Two ants is the name of first chapter. Then lot of activities are having there in this chapter. Take page number 19. Take all students take your English textbook and turn the page number 19. We are going to take some activities depend upon this chapter. 2 ants. Okay, 2 ants. എന്താ കുറച്ച് കുട്ടികളുടെ മുഖത്തൊന്നും ഒരു ഉഷാറ് കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഓൾ സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഓക്കെ, ഗുഡ്സ് ഡൗൺ. ദെൻ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കട്ടോ. ദ ആൻസ് ഗോ മാർച്ചിങ് one by one, hara hara. The ants go marching one by one, hara hara. The ants go marching one by one. The little one stopped to suck her thumb, and they all go marching down to the ground to get out of the rain. Okay, അതൊരു സോങ് പോലെ ഉണ്ട് അല്ലേ. ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ, ഹര ഹര. ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ, ഹര ഹര. അപ്പോൾ ഈ ആൻസ് അല്ലേ, എല്ലാ ആൻസും മാർച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നത് പോലെ നമുക്ക് അല്ലേ. നിങ്ങൾ ഹാവ് യു എവർ സീൻ ആൻസ് ഇൻ എ മാർച്ചിങ് ലൈൻ? ഒരു ആൻസ് ഇങ്ങനെ മാർച്ചിലൂടെ ഇങ്ങനെ ലൈനിലൂടെ മാർച്ച് ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാർച്ച് ചെയ്തിട്ട് പോകുന്നത് ലൈനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ആൻസ് മാർച്ചിങ് ഇൻ എ ലൈൻ? ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് നമ്മളിവിടെ ഈ ഇതിൽ പറയുന്നത്. ഇത് ആ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ധാരാളം ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആൻസ് ഗോ മാർച്ചിങ്, അപ്പോൾ അവരെങ്ങനെയാണ്? നമുക്ക് തോന്നും വി ലുക്ക് ലൈക്ക് സം സോൾജേഴ്സ് അല്ലേ. നമുക്ക് അവർ നോക്കുമ്പോൾ സോൾജേഴ്സ്, പട്ടാളക്കാരൊക്കെ ഇങ്ങനെ പോണ പോലെ തോന്നും. ഇങ്ങനെ ഹര ഹര എന്നൊക്കെ ഉള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെ പോകും. ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ. അപ്പോൾ ഒന്നിന് ബാക്കിൽ ഒന്നായിട്ടാണ് ഇങ്ങനെ ആണെന്ന് അല്ലേ. കണ്ടോ നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഒരു ആൻസിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് മറ്റ് ആൻഡ് പോകുന്നത് അല്ലേ. അങ്ങനെ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ. The ants go marching one by one. The little one stopped to suck her thumb. ഒരു ലിറ്റിൽ വൺ, ഒരു ആൻഡ് എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? ലിറ്റിൽ വൺ സ്റ്റോപ്പ് ടു, അവിടെ നിന്നു. ടു സക്ക് ഹെർ തം, അതിൻ്റെ വിരലെന്ത് ചെയ്തു? തമ്പ് എന്ത് ചെയ്തു? അങ്ങനെ വലിക്കാൻ തുടങ്ങി. ആൻഡ് ദേ ഓൾ, അതായത് അതെന്താണ്? ഒരു സിഗ്നലാണ് അല്ലേ. എന്തോ ഒരു അപകടം വരുന്നു എന്നുള്ളൊരു സിഗ്നൽ. ആൻഡ് ദേ ഓൾ ഗോ മാർച്ചിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട്. അവരെന്ത് ചെയ്തു? ആൻഡ് ഓൾ ഗോ മാർച്ചിങ് ഡൗൺ. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു? ഗോ മാർച്ചിങ് ഡൗൺ, താഴേക്ക് പോയി. ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൻ്റെ താഴേക്ക് പോയി. ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ അല്ലേ, അതിൽ നിന്നും ഗെറ്റ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദേ ആർ ഗോയിങ് ടു ദ ഗ്രൗണ്ട് ഡൗൺ. ദേ ആർ ഗോയിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട്. ഇനി ടീച്ചർ ഇവിടെ സം ക്വസ്റ്റ്യൻസ്. യു ലുക്ക് അറ്റ് ദ ഓറഞ്ച് ബോക്സ് and we can see some questions. We discuss about these questions. Have you seen ants marching in a line? Have you ever seen ants marching in a line? Okay, കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. Anybody students not see ants marching in a line? Okay, yeah, some students have in there. Then you look at your surroundings. At that time you can see the ants go marching in a line. Okay, at that time you observe them carefully. Then where are the ants marching to? Where are the ants marching to?
എവിടേക്കാണ് ആ ആൻസുകൾ പോകുന്നത്? എവിടേക്കാണ് പോകുന്നത് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ യു അഗെയിൻ വാച്ച്. വേർ ആർ ദ ആൻസ് ഗോ മാർച്ചിങ് ടു, അല്ലേ? വേർ ആർ ദ ആൻസ് ഗോ മാർച്ചിങ് ടു. എവിടേക്കാണ് അവർ ആൻസ് പോകുന്നതെന്ന് ഒന്നുകൂടെ നോക്കുക. വല്ല ഹോളായിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും, അല്ലേ, ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണോ? വാട്ട് ഡസ് ദ ലിറ്റിൽ ആൻസ് ഡു? ഇനി ആ ലിറ്റിൽ ആൻസ് എന്താ ചെയ്യുന്നത്? ലിറ്റിൽ ആൻസ് അവിടെ എന്താ? ലിറ്റിൽ ആൻസ് സ്റ്റോപ്പ്, അല്ലേ? അതവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സക്ക് ഹർ തമ്പ്. അവളുടെ തമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? സക്ക് ചെയ്യാണ്. അതിങ്ങനെ ഊമ്പുകയാണ്. അപ്പോൾ അതൊരു സിഗ്നലാണ്, അല്ലേ? എന്തോ ഒരു അപകടം വരുന്നുണ്ട്, അതിൻ്റെ സിഗ്നലാണ്. അപ്പോൾ സക്ക് ഹർ തമ്പ്, ഡൗൺ ടു സക്ക് ഹർ തമ്പ്. വൈ ഡസ് ദ ആൻസ് ഗോ മാർച്ചിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട്? എന്തുകൊണ്ടാണ് ആൻസ് ഗോ മാർച്ചിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട്? അവർ ആ ഗ്രൗണ്ടിൻ്റെ താഴേക്ക് പോയത് എന്തുകൊണ്ടാണ്? ബിക്കോസ് യെസ് കമ്മിങ് ദ റെയിൻ, അല്ലേ? അപ്പം മഴ വരുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ? മാർച്ചിങ് ഡൗൺ ടു ദ റെയിൻ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ, അല്ലേ? ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ. അപ്പം റെയിൻ വരുന്നുണ്ട്, അതിൽ നിന്നും ഗെറ്റ് ഔട്ട് ആവണം, അല്ലേ? പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ദ ലാസ്റ്റ് വൺ. വാട്ട് വിൽ ഹാപ്പൻ ടു ആൻസ് ഇഫ് ഇറ്റ് റെയിൻസ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആൻസ് ഇഫ് ഇറ്റ് റെയിൻസ്? എന്താ സംഭവിക്കുക ആൻസിന്? ഇഫ് ഇറ്റ് റെയിൻസ്, മഴ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആൻസ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആൻസ് ഇഫ് ഇറ്റ് റെയിൻസ്? എന്ത് സംഭവിക്കും? ദ ആൻസ് വിൽ വീപ്പ്. ആൻസൊക്കെ എന്ത് ചെയ്യും? നനഞ്ഞു പോകും, അല്ലേ? നനഞ്ഞ് ആകെ കുതിർന്ന് അവർക്ക് അപകടം സംഭവിക്കും. സോ ദാറ്റ് ബിക്കോസ് ദ ആൻസ് ഹാവ് ഇൻ ട്രബിൾ. സോ ദാറ്റ് ബിക്കോസ് they go down to the ground. Okay, next add more lines to the next page number 20. Activities. അതിൽ activity 1, add more lines to the song. The ants go march one by one, hara hara. The ants go marching one by one, hara hara. And they all go marching down to the ground to get out of the rain. The ants go marching 2 by 2, hara hara. The ants go marching 2 by 2, hara hara. And they all go marching down to the ground to get out of the rain. അപ്പം നിങ്ങളോട് ഇതുപോലെ ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ സോങ്ങിന് എന്ത് ചെയ്യണം? ആഡ് മോർ ലൈൻസ്, കുറേ ലൈൻസുകൾ ചേർത്തിട്ട് ഇതിനെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും 1 by 1, 2 by 2. പിന്നെ അടുത്തത് എങ്ങനെ വരിക? 3 by 3, 4 by 4 അങ്ങനെ വരും, അല്ലേ? അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യണം? ആഡ് മോർ ലൈൻസ് നിങ്ങൾക്ക് ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഇഫ് യു ഫീൽ എനി ഡൗട്ട് യു ആസ്ക് യുവർ പാരൻസ്. ഓക്കെ, if not clear your doubt you call your teacher. The next activity 2, count the ants and write in the boxes. Count the ants and write in the boxes. You can see lot of ants, different boxes given different number of ants. Okay, first column, how many ants given for you at first column? Yes, then 2, അല്ലേ? രണ്ട് ഉറുമ്പുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതണം? 2 എഴുതുക. ഇവിടെ ആണെങ്കിലോ 1 2 3 4 5. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 5. ഇനി തേർഡ് 1 2 3. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 3. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോളം ഫില്ലപ്പ് ചെയ്യണം. കൗണ്ട് ആൻസ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ്. The next one, activity 3. Underline the ant in the word given below. Find the ant in a giant. Find the ant in a plant. Find the ant in a elephant. Find the ant in a plant. Find the ant in antenna. Okay, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതൊന്ന് നോക്കാം. Underline the ant.
പ്ലാന്റ്സ് എടുക്കണം ടീച്ചർ ഇവിടെ. പ്ലാന്റ്സ് എന്നുള്ളതിൽ ആൻറ്റിനെയാണ് നമ്മളിവിടെ, പ്ലാന്റ്സ് എന്നുള്ളതിൽ എന്തിനെയാണ് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത്? ആൻഡ്, നോട്ട് എ ആൻസ്, ആൻഡ് ഓൺലി. അപ്പോൾ ആൻഡ്. ഓക്കെ, കറക്റ്റായോ? അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഓരോന്നും നിങ്ങൾ ചെയ്യണം. ഇനി ഡൗട്ടുണ്ടോ? ഇപ്പോൾ പ്ലാന്റ് ആവുമ്പോഴോ? പ്ലാന്റ് ആവുമ്പോൾ എന്ത് വരും? ഒന്ന് പറഞ്ഞേ. പ്ലാന്റ് ആവുമ്പോൾ എങ്ങനെ വരിക? പ്ലാന്റ് ആവുമ്പോൾ ഇവിടെ ഏത് ലാൻഡ്? എവിടെ? ഇവിടെയാണോ? ലാൻഡിലാണോ അതോ ആൻഡ്? ഏതാ വരിക? യെസ്, that student is saying correct answer. All students give clap to her. Okay, very good. Then and. Okay. Then next activity 4. Activity 4, match the words with the pictures by drawing lines. Page number 21. You look the pictures very carefully. Look the pictures very carefully. First picture, second, third, fourth, fifth. അല്ലേ? എത്ര പിക്ചേഴ്സ് തന്നിട്ടുണ്ട്? 5 pictures given for you. Then first question, ഫസ്റ്റ് ജയിൻ്റ്. വാട്ട് ഈസ് ദ മീനിങ് ജയിൻ്റ്? രാക്ഷസന് അല്ലേ? രാക്ഷസനെയാണ് നമ്മൾ ജയിൻ്റ് എന്ന് പറയുക അല്ലേ? പ്ലാന്റ്സ്, എലിഫന്റ്, പ്ലാന്റ്, ആൻറ്റിന. പിന്നെ നിങ്ങളിത് എന്ത് ചെയ്യണം? ഓരോന്നും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നും കറക്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് പേജ് നമ്പർ 22. ആക്ടിവിറ്റി 5, ലുക്ക് അറ്റ് ദ നെയിംസ്. ബിനിൽ, അഭിനന്ദ്, ബിനു, ഭാമ, ബഷീർ, അനു, അപർണ, ബാബു, അനിൽ, ബുഷ്ര, ബേബി, അമൽ. Write the names in the following columns. The first letter of the names in each column should be the same. And more words the same first letter from the story. And more words with the same first letter from the story. അപ്പോൾ നോക്കൂ, അപർണ. അപ്പോൾ ഇതിൽ നിന്നും എ ആണ് ക്യാപിറ്റൽ ലെറ്റർ. എ ആണ് എ വരുന്ന കുറേ നെയിംസുകൾ ഇതിൽ നിന്ന് എടുത്തെഴുതുക. ഇനി ഇതിലത്തെ ബോക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഫില്ലിംഗ് ദ ബോക്സ് യു ക്യാൻ ഗോ ടു ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് സം നെയിംസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദീസ് കോളംസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ദ സെയിം വേ. ഓക്കെ, സെക്കൻഡിൽ അതുപോലെ തന്നെയാണ്. ഡിഫറെൻ്റ് എന്താണ്? ഫസ്റ്റ് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡിൽ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അപർണ. അപ്പോൾ ഇനി സെക്കൻഡ് ഏതാ വരിക? ഫസ്റ്റ് അപർണ. അപ്പോൾ അതിൽ അപർണ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഏത് വരിക? അഭിനന്ദ് അല്ലേ? അഭിനന്ദ്. പിന്നെ അഭിനന്ദ്. ടീച്ചർ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപർണ, അഭിനന്ദ്, അനു അങ്ങനെ എ വെച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താ വരിക? ബി വെച്ച് വരുന്നത്. ബിനിൽ, ബേബി, ഓക്കെ. ബി വെച്ച് വരുന്നത് ബിനിൽ, ബേബി. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ ബോക്സ്, ബ്ലൂ ബോക്സ്, ആൻഡ് റൈറ്റ് ഇറ്റ് ക്ലിയർലി. ആഫ്റ്റർ ഫിനിഷിംഗ് ദിസ് യു ക്യാൻ ഗോ ടു ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദിസ് ഫ്രം യുവർ story. The next one, activity 6, join the dots and find out who is hiding here. Is it very easy work? So that because I think you are ready to write it your own way. Okay, are you ready? Okay, very good.
Then activity 7, draw an and hair and color it. You can also name your hand. അപ്പോൾ നിങ്ങളോട് ഇനി സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ദ ഡോട്ട്സ് വെച്ചിട്ടൊരു ആൻറ്റിനെ ഇവിടെ വരച്ചു അല്ലേ. ഡോട്ട് ജോയിൻ ചെയ്തിട്ട് ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ആൻറ്റിനെ വരച്ചു. അതുപോലെ നിങ്ങളോട് സ്വന്തമായിട്ടൊരു ആൻറ്റിനെ വരക്കാനാണ് പറയുന്നത്. ഒരു ആൻറ്റിനെ വരച്ചിട്ട് നിങ്ങൾ അതിന് യു ക്യാൻ ഓൾസോ നെയിം യുവർ ആൻഡ്, നിങ്ങൾ ആ ആൻറ്റിന് ഒരു നെയിമും കൂടെ കൊടുക്കുക. വി ഡിസ്കസ് 3 ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൻറ്റിനെ വരച്ചു, അതിന് കളർ ചെയ്തു, കളറൊക്കെ ചെയ്തു അല്ലേ. ഡ്രോ ആൻഡ് ഹെയർ ആൻഡ് കളർ ഇറ്റ്. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻസ് അതിനോടനുബന്ധിച്ച് ചോദിക്കാനുള്ളത്. ഈസ് യുവർ ആൻഡ് സ്മോൾ ഓർ ബിഗ്? നിങ്ങളുടെ ആൻഡ് സ്മോൾ ആണോ ബിഗ് ആണോ എന്നവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ സ്മോൾ ആണെങ്കിൽ സ്മോൾ എന്നും ബിഗ് ആണെങ്കിൽ ബിഗ് എന്നും. വാട്ട് കളർ ഈസ് ഇറ്റ്? വാട്ട് കളർ ഗിവൺ ഫോർ യു? നിങ്ങൾ അതിന് ഏത് കളറാണ് കൊടുത്തത്? ഈസ് ഇറ്റ് ഹാപ്പി ഓർ സാഡ്? ഇനി നിങ്ങളുടെ ഉറുമ്പ് സ്മൈലാണോ അതോ സാഡാണോ? അപ്പോൾ നിങ്ങളുടെ ആൻഡ് ഇങ്ങനെ സ്മൈൽ ചെയ്ത് നിൽക്കുന്നതാണോ കൊടുത്തത്, അതോ ഇങ്ങനെ സാഡായിട്ട് നിൽക്കുന്നതാണോ നിങ്ങൾ കൊടുത്തതെന്ന് നിങ്ങളതിൽ കാണിക്കണം. ഓക്കെ, ഇനി നോക്കൂ. ഇഫ് യു ലൈക്ക് ലാസ്റ്റത്തെ ആക്ടിവിറ്റി. ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി 2 ants കളർ 3 trunk. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, 2 antsൻ്റെ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കളർ 3 trunk, അതിൻ്റെ കളറ് ട്രങ്കിന് എന്ത് ചെയ്യണം? ട്രീ ട്രങ്കിനെ കളർ ചെയ്യുക. ട്രീ ട്രങ്കിനെ കളർ ചെയ്യുക. ഇഫ് യു ലൈക്ക് ദ സോങ്, നിങ്ങൾക്ക് സോങ് ഇഷ്ടമായോ? ദ ആൻസ് ഗോ മാർച്ചിങ് കളർ ദ ഫ്ലവർ. നിങ്ങൾക്ക് ഇതിൻ്റെ ട്രീ ട്രങ്ക് ഇല്ലേ, അത് കളർ ചെയ്തില്ലേ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലവറിനെ എന്ത് ചെയ്യണം? കളർ ദ ഫ്ലവർ. ഫ്ലവറിനെ നമുക്ക് കളർ ചെയ്യാം. ഏത് ഇഷ്ടമായെങ്കിൽ ദ ആൻസ് ഗോ മാർച്ചിങ്, ദ ആൻസ് ഗോ മാർച്ചിങ്. ഇഫ് യു ലൈക്ക് ദ ആൻസ് ഗോ മാർച്ചിങ് യു കളർ ദ ഫ്ലവർ അല്ലേ. യു കളർ ദ ഫ്ലവർ. ഇഫ് യു ക്യാൻ റീഡ് ദ വേർഡ്സ് കളർ ദ ലീവ്സ്. ഇഫ് യു ക്യാൻ റീഡ് ദ വേർഡ്സ്. നിങ്ങൾ ഈ വേർഡ്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ കളർ ദ ലീവ്സ് കളർ ചെയ്യുക. ഇഫ് യു കളർ ദ ലീവ്സ് യു മസ്റ്റ് ബോതേർഡ് അബൌട്ട് വാട്ട് ഈസ് ദ കളർ ഓഫ് ഇറ്റ്. നിങ്ങളതിനെക്കുറിച്ച് എന്തായാലും ബോതേർഡ് ആവണം. എന്താണ് അതിൻ്റെ കളറ്? നമ്മളൊരു ട്രീൻ്റെ ലീവ്സിൻ്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. പിന്നെ ഫ്ലവറിന് യു കളർ ദ ഫ്ലവർ യുവർ ഓൺ വേ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ട്രങ്കിനാണെങ്കിൽ നിങ്ങൾക്കറിയാം ട്രങ്കിൻ്റെ കളർ എന്താണെന്ന്, അതിനനുസരിച്ച് കൊടുക്കാം. ടുഡേ വി സ്റ്റോപ്പ് അവർ ക്ലാസ്. I wind up this class today. We discuss some activities. I think you also, all students understand this class, I think, about that. Then all students, are you ready to write these homeworks? Okay, you write this homework and the answers send in your class teacher. If you feel any doubt, you ask your class teacher. Okay, bye. See you next class.